കള്ളക്കടത്ത് സ്വർണം ഇടപാടുകാരന് നൽകാത്ത സംഭവത്തിൽ ക്വട്ടേഷൻ സംഘം കൊലപ്പെടുത്തി കുണ്ടംകുഴിയിൽ കുഴിച്ചുമൂടിയ യുവാക്കളുടെ മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ട് കർണാടക പോലീസ് പുറത്തെടുത്തു. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. കള്ളക്കടത്ത് സ്വർണം ഇടപാടുകാരന് നൽകാതെ മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് ക്വട്ടേഷൻ സംഘം കൊലപ്പെടുത്തി കുണ്ടംകുഴിയിൽ കുഴിച്ചുമൂടിയ യുവാക്കളായ തലശ്ശേരിയിലെ നസീറിന്റെയും കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഫഹീമിന്റെയും മൃതദേഹങ്ങൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ കർണാടക പോലീസ് പുറത്തെടുത്തു. കുണ്ടംകുഴി മരുതങ്കാടിൽ റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന കാട് മൂടിയ 10 സെന്റ് സ്ഥലത്താണ് പ്രതികൾ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നത്. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. മംഗലാപുരം സിറ്റി ക്രൈംബ്രാഞ്ചാണ് പ്രതികളായ അണങ്കൂരിലെ മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് സവാൻ, ചെർക്കളയിലെ മുനാഫത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. നസീറിനെയും ഫഹീമിനെയും മംഗലാപുരത്ത് വെച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതികളിൽ ഒരാളുടെ കാറിൽ മൃതദേഹം കാസർഗോഡ് കുണ്ടംകുഴിയിൽ എത്തിക്കുകയായിരുന്നു. പ്രതികൾ മംഗലാപുരത്ത് താമസിച്ച വാടക ക്വാർട്ടേഴ്സിൽ ഹവാല ഇടപാട് നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.